അവ്യക്ത സന്ദേശം. ബാബയുടെ അടുക്കൽ വതനത്തിൽ ഭോഗമായി എത്തിച്ചേർന്നു. വതനത്തിൽ എത്തിച്ചേർന്നപ്പോൾ ബാബ എവിടെയോ ചുറ്റി സഞ്ചരിച്ച ശേഷം വതനത്തിൽ എത്തിച്ചേരുന്നതായി കണ്ടു. ഞാൻ ബാബയോട് ചോദിച്ചു, ബാബ, അങ്ങ് ഇന്ന് എവിടെ നിന്നുമാണ് വരുന്നത്? അപ്പോൾ ബാബ വളരെ സ്നേഹത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കുട്ടി, ബാബ വിശേഷിച്ച് രാവിലെയുള്ള സമയത്ത് തൻ്റെ ഭക്തരുടെ അടുക്കൽ വിശേഷിച്ച് സഞ്ചരിക്കുന്നു, കുട്ടികളുടെ അടുത്തും എത്തിച്ചേരുന്നു. എന്നാൽ ഭക്തരുടെ അടുക്കൽ എവിടെയെല്ലാം ക്ഷേത്രങ്ങളുണ്ടോ, തീർത്ഥസ്ഥാനങ്ങളുണ്ടോ, ഏതെല്ലാം സ്ഥാനങ്ങൾ നിലവിലുണ്ടോ അവിടെ പോയി എൻ്റെ ഭക്തരായ കുട്ടികൾ എത്ര സ്നേഹത്തോടെയും ഭാവനയോടെയും തൻ്റെ ദുഃഖത്തിൻ്റെയും വേദനയുടെയും കാര്യങ്ങൾ ഭഗവാനെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ബാബ പറഞ്ഞു, മറുഭാഗത്ത് ബാബയുടെ കുട്ടികളും പല പ്രകാരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, ഏതെങ്കിലും സാഹചര്യങ്ങൾ വരുമ്പോൾ ബാബയുടെ മുന്നിൽ വയ്ക്കുന്നു. ബാബ പറഞ്ഞു, അതിനാൽ ശിവ ബാബയുടെ കൂടെ ശക്തികളുടെയും മഹിമയുണ്ട്. ശിവബാബയ്ക്ക് ഒറ്റയ്ക്ക് എന്തെങ്കിലും ചെയ്യുവാനാകില്ല. ശിവശക്തികളും ദാതാക്കളാണ്. ബാബ പറഞ്ഞു, ഓരോ കാര്യത്തിലും ശക്തികൾ വളരെയധികം സഹായം ചെയ്യുന്നു. കാരണം ബാബ എപ്പോഴാണോ വന്നത് ആ സമയത്ത് ബാബ തൻ്റെ അനന്യരായ കുട്ടികളുടെ വിശേഷ ആശ്രയവും സഹായിയും ആയി. ആ ശക്തികളായ ബാബയുടെ കുട്ടികൾ ബാബയുടെ സഹായികൾ ആയത് കാരണം ബാബയുടെ കാര്യം അഥവാ യജ്ഞത്തിൻ്റെ കാര്യം വളരെ നന്നായി നടന്നു. ബാബ പറഞ്ഞു, കുട്ടി, എന്നിരുന്നാലും സമയത്തെ കാണുമ്പോൾ ബാബ ഇതും നോക്കുന്നു. ഭക്തരുടെ അടുക്കൽ പരിതസ്ഥിതികളും പ്രശ്നങ്ങളും വരുന്നു. എന്നാൽ ബാബയുടെ കുട്ടികളുടെ അടുത്തും പല പ്രകാരത്തിലുള്ള കാര്യങ്ങളും പരിതസ്ഥിതികളും വരുന്നു. ബാബ പറഞ്ഞു, സത്യത്തിൻ്റെ തോണി തീർച്ചയായും ഉലയും, പക്ഷേ മുങ്ങിപ്പോവുകയില്ല. ബാബയുടെ കാര്യം സത്യതയുടെ ആധാരത്തിലാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ബാബയുടെ കാര്യം ദിനം പ്രതിദിനം ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. ബാബ പറഞ്ഞു, കാര്യങ്ങളും വരുന്നു, പരിതസ്ഥിതികളും വരുന്നു. എന്നാൽ ബാബയുടെ കാര്യം ഇപ്പോൾ വരെയും നടന്നുകൊണ്ടിരിക്കുന്നു. ഭാവിയിലും രാപ്പകൽ ദ്രുതഗതിയിൽ ബാബയുടെ കാര്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ബാബ പറഞ്ഞു, അതിനാൽ ബാബ ഇന്ന് തൻ്റെ ഭക്തരെയും നോക്കുകയായിരുന്നു, അവരുടെ കാര്യങ്ങളും കേൾക്കുകയായിരുന്നു, കുട്ടികളുടെ അടുത്തും ചുറ്റി സഞ്ചരിച്ച് നോക്കുകയായിരുന്നു. ബാബ പറഞ്ഞു, അതിനാൽ ഭക്തരായ കുട്ടികളും എൻ്റേതാണ്, ജ്ഞാനി ആത്മാക്കളായ കുട്ടികളും എൻ്റേതാണ്. ബാബയ്ക്ക് വിശേഷിച്ച് ഭോഗ് സമർപ്പിച്ച സഹോദരി സഹോദരന്മാരുടെ ഓർമ്മകൾ നൽകി. ബാബ പറഞ്ഞു, കുട്ടി, ബാബയുടെ അടുക്കൽ ആ കുട്ടികളുടെ ഓർമ്മകളും സങ്കല്പവും വളരെ സഹജമായ രീതിയിൽ എത്തിച്ചേരുന്നു. ബാബയും ആ കുട്ടികൾക്ക് അതനുസരിച്ച് സങ്കല്പവും നൽകുന്നു, ഓർമ്മകളും നൽകുന്നു. ചില കുട്ടികൾ ക്യാച്ച് ചെയ്യുന്നു, ചിലർക്ക് ക്യാച്ച് ചെയ്യാൻ കഴിയുന്നില്ല. ബാബയുടെ അടുക്കൽ കുട്ടികളുടെ ഓർമ്മകൾ സഹജ രീതിയിൽ എത്തിച്ചേരുന്നു. ഇപ്രകാരം പറഞ്ഞ ശേഷം വളരെ സ്നേഹപൂർവം ബാബ ഭോഗ് സ്വീകരിച്ചു. ഏതെല്ലാം ആത്മാക്കളുടെ ഭോഗായിരുന്നുവോ ആ ആത്മാക്കളുടെയും വിശേഷ ഓർമ്മകൾ ബാബയ്ക്ക് നൽകി. ബാബ അവരെയും വളരെ സ്നേഹത്തോടെ ഭോഗ് സ്വീകരിപ്പിച്ച ശേഷം മർജ് ചെയ്തു. ബാബയുടെ സ്നേഹസ്മരണകൾ സ്വീകരിച്ചുകൊണ്ട് താഴെ എത്തിച്ചേർന്നു. ഓം ശാന്തി.